വളരെ അപൂർവമായ ഒരു സംഭവമാണ്. ഈ കേസിൽ ക്രൈം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകളും ഊഹാപോഹങ്ങളും വെച്ച് മാത്രം ഈ കേസ് അന്വേഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മിസ്റ്റർ സേതു, you are deputed for the inquiry of the Omenas case. Thank you, sir. മിസ്റ്റർ സേതുരാമയ്യർ, DYSP CBI, ഇദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഇത് തോമസ്, അദ്ദേഹത്തിന്റെ മകൾ ആനി, കംപ്ലൈനൻസ്. സേതുവിന് നിങ്ങളോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. സേതു, പ്ലീസ് ടേക്ക്. സർ, വരും. സാർ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യമേ പറയാവൂ. ഞാൻ സത്യമേ പറയൂ സാർ. വരും. ശരി. ഓമനയും സണ്ണിയും തമ്മിൽ പ്രേമവിവാഹമായിരുന്നോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഓ, ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ സാമ്പത്തികമായി വളരെയേറെ അന്തരമുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു വിവാഹം നടന്നുകൂടാ എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ചോദിക്കാം, ഈ വിവാഹത്തിന് പുറകിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ചേച്ചിയുടെ കല്യാണം നടന്ന കാലത്ത് ഔസേപ്പച്ചൻ സാധാരണക്കാരനായിരുന്നു. എന്റെ മകളാണ് ഔസേപ്പച്ചന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്ന് ഔസേപ്പച്ചൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ ഇപ്പൊ അത്ര നല്ല രസത്തിലല്ല അല്ലേ? അല്ല. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 5 വർഷമായി. ഈ 5 വർഷത്തിനിടയ്ക്ക് നടന്ന പ്രധാന സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? പറയാ സാർ. കമാ, പറയൂ. ഇങ്ങോട്ട് വാ, വാന്ന് ചെല്ലേ. ഇതെന്റെ മൂത്ത മകൾ ഓമന. മോളെ, കാപ്പി എടുത്തു കൊടുക്ക്. ആ, മോളകത്തേക്ക് പോ. എങ്ങനെയുണ്ട്? ചുമ്മാ ഇരിക്കടി. ഏയ്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്റെ മകന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഇനി പെണ്ണിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്റെ തീരുമാനം എന്റെ മോൾ അനുസരിക്കും. എന്നാലും പെട്ടെന്നൊരു കെട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ. ഈ കാര്യത്തിൽ വളച്ചുകെട്ടൊന്നുമില്ല തോമാച്ച. എന്റെ മോന് പെണ്ണിനെ ഇഷ്ടപ്പെടണമായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ടു. ആ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഇനി തോമാച്ചന്റെ തീരുമാനം പറഞ്ഞാ മതി. കെട്ട് വലിയ നോമ്പ് കഴിഞ്ഞു പോരെ? അതൊക്കെ തോമാച്ചന്റെ ഇഷ്ടം. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായി. സ്ത്രീധനത്തിന്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട. തോമാച്ചന്റെ മകൾ, തോമാച്ചൻ എന്ത് ഇഷ്ടമോ അത് ചെയ്യാം. ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല. ഗോഡ് ബ്ലെസ് യു. അങ്ങനെ പരാതിയും കൊണ്ട് വന്നവൻ അകത്തായി. അങ്ങനെ വിസ്തരിച്ച് വിളിച്ചില്ല എന്ന് പറഞ്ഞവരാരും വരണ്ട. തോമാച്ച, 4:30 രാഹു തുടങ്ങും. അത് മുമ്പ് വീട്ടിൽ കയറണം. ശരി മോളെ, വാ, ഇറങ്ങാൻ നേരമായി. വാ. വിവാഹത്തിന് ശേഷമുള്ള അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. ഇടയ്ക്ക് സണ്ണിച്ചേനും ഓമന ചേച്ചിയും വീട്ടിലേക്ക് വരും. സമയം കിട്ടുമ്പോൾ ഞാനും അപ്പച്ചനും അങ്ങോട്ട് പോകും. ജോണിക്കുട്ടിയുടെ സഹായത്തിൽ ഔസേപ്പച്ചൻ ചെറിയൊരു ബിസിനസ് തുടങ്ങി. ആരായി ജോണിക്കുട്ടി? സണ്ണിച്ചായന്റെ പെങ്ങളുടെ ഭർത്താവ്. എന്ത് ബിസിനസ് ആയിരുന്നു തുടങ്ങിയത്? ചെറിയ കോൺട്രാക്ട് വർക്കുകളായിരുന്നു ആദ്യം. ബിസിനസ് വളർന്നോടുകൂടി സണ്ണിച്ചായന് തിരക്കായി. അതോടുകൂടി ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു. എന്നുവെച്ച് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു കുറവും ഉണ്ടായില്ല.
ഹലോ സ്പീക്കിംഗ്. എന്നാ കമലം, എന്നാ പ്രോബ്ലം സൊല്ലേ. ഗീവ് ടു ഹിം. ഒരു മിനിറ്റ്, വീട്ടിൽ നിന്ന്. രാജ അപ്പ ഹിയർ. ബി എ ഗുഡ് ബോയ് ആൻഡ് ഗോ ടു സ്കൂൾ. നോ, യു മസ്റ്റ് ഗോ ടു സ്കൂൾ. ഓക്കെ? വെൻ അപ്പ കംസ് ഇൻ ദ ഈവനിങ്, I'll bring you eclairs, chocolates, everything. Okay? Promise. Okay. പറയ്. ഒരു ദിവസം ഔസേപ്പച്ചൻ അപ്പച്ചനെ കാണാൻ വീട്ടിലേക്ക് വന്നു. ഞാനും ജോണിക്കുട്ടിയും കൂടി ഒരു ചെറിയ റേഞ്ച് പിടിച്ചിട്ടുള്ള കാര്യം തോമാച്ചൻ അറിയാമല്ലോ. എന്റെ വീടും പറമ്പും അതിന്റെ ഈടിനായി ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ടാ ഇപ്പോഴും ഇങ്ങനെ ഏർപ്പാട് വേണ്ടി വന്നത്. ബാങ്കിൽ നിന്നുള്ള ലോൺ ഇത്രയും പെട്ടെന്ന് ശരിയാകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോഴാ വേറൊരു പ്രശ്നം, അവർക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണമെന്ന്. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ തോമാച്ചന്റെ അടുത്ത് വന്നത്. കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാനില്ലാത്തതുകൊണ്ട് പാസ്സായ ലോൺ വെറുതെ കളയണോ? ലോൺ കിട്ടിയില്ലെങ്കിൽ പാലം പണിയുടെ കോൺട്രാക്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനാവില്ല. തോമാച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. ഔസേപ്പച്ചൻ നന്നാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും ഒരു വാക്ക് ഞാൻ ആനിയോട് കൂടി ഒന്ന് ചോദിച്ചോട്ടെ. ശരി. അപ്പച്ചൻ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്താ വേണ്ടെന്ന് പറയൂ. ശരി, നീ ആ പ്രമാണം കേട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, നമുക്ക് നല്ലതേ വരൂ. തോമാച്ചന് ഇതെപ്പോ തിരിച്ചു വേണമെങ്കിലും ശരി, 1 മാസത്തെ അവധി എനിക്ക് തന്നാ മതി. തോമാച്ചൻ ബാങ്ക് വരെ ഒന്ന് വരേണ്ടി വരും. ഞാൻ അറിയിക്കാം. ഗ്യാരണ്ടിയിൽ ഒപ്പിടാനാ. എപ്പ വിളിച്ചാലും ഞാൻ വരാം. അങ്ങനെ ഔസേപ്പച്ചൻ പ്രമാണവും വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഔസേപ്പച്ചന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അയാൾക്ക് കാറായി, വീടായി, ജോലിക്കാരായി, വേറെ പല ബിസിനസ്സും തുടങ്ങി. പുത്തൻ പണക്കാരൻ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ അത് കണ്ടു സാർ. പ്ലാക്കൂട്ടത്തിൽ ഈ തോമായുമായിട്ടുള്ള ബന്ധം പോലും ഔസേപ്പച്ചന് പുച്ഛമായി. എല്ലാം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു, പുറത്തു, എന്റെ മൂത്തവൾക്ക് വേണ്ടി. എന്നിട്ട് ആയിടെ എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ടായി. എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് കുറച്ച് ഭൂമി വിൽക്കാമെന്ന് തീരുമാനിച്ചു. എന്റെ പറമ്പിന്റെ ആധാരം വിട്ടു കിട്ടാൻ വേണ്ടി ഞാൻ ഔസേപ്പച്ചനെ സമീപിച്ചു. എന്താ തോമാച്ചന് കാശിന് എത്ര അത്യാവശ്യം? ഞാൻ ഔസേപ്പച്ചനോട് അന്നേ പറഞ്ഞതല്ലേ, മരിച്ചുപോയ എന്റെ സഹോദരിയെ പറ്റി. അവൾക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തവൻ എങ്ങനെയോ പോലീസിലായി, രണ്ടാമത്തവൻ ജോലി ഒന്നുമില്ലാതെ നടക്കുകയാണ്. അവൻ ഇപ്പൊ ദുബായിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിസയ്ക്ക് വേണ്ടി കുറച്ച് പൈസ കൊടുക്കണം. അത് ഞാൻ കൊടുക്കാമെന്ന് ഏറ്റുപോയി. എന്തിനാ തോമാച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കയറി ഏക്കാൻ പോണത്? സങ്കടമുള്ള വർത്തമാനം പറയരുത് ഔസേപ്പച്ച. എന്റെ വീടും പറമ്പും കുടുംബ സ്വത്താ. നിയമപ്രകാരം അർഹതയില്ലെങ്കിൽ പോലും അതിലൊരു വീതം എന്റെ പെങ്ങളുടെ മക്കൾക്ക് കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. ആ വിവരം ഞാൻ അവരോട് പറഞ്ഞിട്ടുമുണ്ട്. അതിനിപ്പോ ഞാൻ എന്തോന്ന് ചെയ്യണു തോമാച്ച? ഔസേപ്പച്ചന് അറിയാമല്ലോ എന്റെ കയ്യിൽ വേറെ പൈസ ഒന്നുമില്ലെന്ന്. അതുകൊണ്ട് പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടുകയാണെങ്കിൽ കുറച്ച് ഭൂമി വിറ്റ് അവൻ ആവശ്യമുള്ള പണം എനിക്ക് കൊടുക്കാൻ സാധിക്കും. ഇത്ര പെട്ടെന്ന് വന്ന് ചോദിച്ചാ ഞാൻ എവിടെ നിന്ന് തരാനാ? ലോൺ ക്ലോസ് ചെയ്യാതെ ബാങ്കുകാർ ആധാരം തരുവോ? തരൂല അല്ലേ? എങ്കിൽ എനിക്കൊരു 15,000 രൂപ കടമായിട്ടെങ്കിലും താ ഔസേപ്പച്ച. അല്ലല്ലേ, തോമാച്ചന് ഇത് എന്തോ കണ്ടിട്ടാ പറയുന്നേ? ഞാനിവിടെ കിടന്ന് 4 കാശിന് വിടുന്ന പാട് കർത്താവ് തമ്പുരാനും എനിക്കും മാത്രം അറിയാം. ഔസേപ്പച്ചൻ എന്നോട് പറഞ്ഞത് 1 മാസത്തെ അവധി മതി, ആധാരം എപ്പ വേണമെങ്കിലും തിരിച്ചു തരാമെന്നല്ലേ? ആവശ്യമില്ലാത്തൊന്നും പറയരുത് തോമാച്ച, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഹലോ മിസ്റ്റർ ഔസേപ്പ് ഹിയർ. സാറ് വന്നോ? ഔസേപ്പച്ചനാണ്. എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അവിടുന്ന് ചോദിച്ചാൽ എനിക്ക് തരാതിരിക്കാൻ പറ്റുമോ? അയ്യോ അല്ല, ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. 50ഓ 60ഓ ഞാൻ കൊണ്ടുവരാം. അത് വേണ്ട, ഞാൻ തന്നെ കൊണ്ടുവരാം. ഓക്കെ സർ. എന്നിട്ട് ആധാരം തിരിച്ചു കിട്ടിയോ? കിട്ടി, 1 മാസത്തിന് ശേഷം. അതോടെ ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അകന്നു പോയി സാർ. പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? എത്രയായാലും എനിക്ക് എന്റെ മകളെ കാണാതിരിക്കാൻ ഒക്കുമോ? ഞാനൊരു ദിവസം എന്റെ മോളെ കാണാൻ പോയി. ഔസേപ്പച്ചൻ ദൈവത്തെ ഓർത്ത് എന്നെ വഴക്ക് പറയരുത്. ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടോട്ടെ ഔസേപ്പച്ച. സാധ്യമല്ല. തനിക്ക് ഒരു മോളുണ്ട്, അത് ഓർത്തെങ്കിലും എന്റെ മോളെ കാണാൻ അനുവദിക്കും. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലടോ. മോളെ മോളെ എന്താണ് ഔസേപ്പച്ചൻ? എന്തോ എനിക്ക് എന്റെ മോളെ കണ്ടൂടെ? പറ്റില്ല. എന്നെ വിടാ. വിടോ. വിടാ. എന്നെ വിടാ.
എന്നെ വിടാൻ. നിനക്ക് എന്ത് വേണം? ഒന്ന് കഴിഞ്ഞാൽ എടാ എന്നെ വിടാനാണ് പറഞ്ഞത്. പാടിയത്. പിന്നെ നിങ്ങളാരും അങ്ങോട്ട് പോയില്ലേ? പോയാലും അയാൾ കാണാൻ അനുവദിക്കില്ല സാർ. കുറെ കത്തുകൾ അയച്ചു, 1-2 മറുപടി വന്നു, പിന്നെ അതുമില്ല. അയാൾ അതിനും സമ്മതിച്ച് കാണൂല സാർ. ഈ കത്തുകളൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? വീട്ടിൽ കാണും. അപ്പൊ നിങ്ങൾ ഓമനെ നേരിട്ട് അവസാനമായി കണ്ടത് ആ ബഹളം ഉണ്ടായ ദിവസമാണോ? അല്ല, നീട്ടി അപ്പച്ചാ, ചേച്ചി ആസ്പത്രിയിലാണെന്ന്. എന്ത് പറ്റി മോളെ? വിഷം കഴിച്ചെന്ന്. മോളെ ചേച്ചി, ഓമനെ, മോളെ നീ എന്തിനാ ഇത് ചെയ്തത്? പറ മോളെ. മോളെ അപ്പച്ചനോട് പറ മോളെ. പ്ലീസ് പുറത്തേക്കാൻ പറയും. മോളെ അപ്പച്ചി ഇങ്ങോട്ട് വരൂ. പിന്നെ ഞാൻ കാണുന്നത് എന്റെ മകളുടെ ശവശരീരമാണ് സാർ. വസ്തുവിന്റെ പ്രമാണത്തെ ചൊല്ലി നിങ്ങൾ ഓസേപ്പച്ചനും തമ്മിൽ വഴക്കുണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ സംഭവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ഓമന വിഷം കഴിക്കുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞു കാണും, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഭീരുക്കളല്ലേ സാധാരണ ആത്മഹത്യ ചെയ്യാറുള്ളത്. ഒരിക്കൽ നിങ്ങളുടെ മകൾ അതിന് ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ ഓമന ആത്മഹത്യ ചെയ്തതല്ല എന്ന് സംശയിക്കുന്നു. എന്താ അതിന് കാരണം? എന്റെ ഒരു മരുമകൻ ചാക്കോ പോലീസിലാണ്. അവനും ഉണ്ടായിരുന്നു ഈ കേസന്വേഷണത്തിന്. പലരുടെയും മൊഴികളിലും തെളിവുകളിലും അപാകതയുണ്ടെന്ന് സംശയം തോന്നിയ അവൻ ആ കാര്യം അന്ന് കേസന്വേഷിച്ചിരുന്ന വർമ്മ സാറിനോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് അവരെ ഈ കേസന്വേഷണത്തിൽ നിന്ന് മാറ്റിയത്. നാളെ വൈകുന്നേരം 7 മണിക്ക് ചാക്കോയോട് ഈ ഹോട്ടലിൽ വരാൻ പറയണം. റിസപ്ഷനിൽ എന്റെ പേര് പറഞ്ഞാൽ മതി. സാർ, ഇനി ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, തൽക്കാലം നിങ്ങൾക്ക് പോവാം. ശരി സാർ. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ?